ലോകശ്രദ്ധ ഇപ്പോൾ CIA പാകിസ്ഥാനിലെ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് മുൻ മേധാവി ജോൺ കിരിയാക്കോയുടെ ചില വെളിപ്പെടുത്തലുകളിലേക്കാണ്. വർഷങ്ങളോളം രഹസ്യമായിരുന്ന പല ഞെട്ടിക്കുന്ന സത്യങ്ങളും ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുമായി യുദ്ധം ചെയ്താൽ പാകിസ്ഥാന്റെ വിധി എന്താകും? ISIയുടെ ഇരട്ടത്താപ്പ് എങ്ങനെയെല്ലാം ഇന്ത്യയെ ബാധിച്ചു? കിരിയാക്കോയുടെ വാക്കുകളിൽ പാകിസ്ഥാൻ ഇപ്പോൾ വിറയ്ക്കുകയാണ്. ഇന്ത്യയുമായി ഒരു കൺവെൻഷണൽ വാറിന് പാകിസ്ഥാൻ തുനിഞ്ഞാൽ അതിന്റെ അന്ത്യം തിരിച്ചുവരവില്ലാത്ത പരാജയമായിരിക്കുമെന്ന സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ട മുൻ CIA ഉദ്യോഗസ്ഥനും വിസിൽ ബ്ലോവറുമായ ജോൺ കിരിയാക്കോ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. തികഞ്ഞ പരാജയം, അതാണ് സത്യമെന്ന കിരിയാക്കോയുടെ വാക്കുകൾ പാകിസ്ഥാൻ ഒരു അന്ത്യശാസനത്തിന്റെ സ്വരമാണ് നൽകുന്നത്. CIA 15 വർഷം പ്രവർത്തിക്കുകയും പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻസിന്റെ മേധാവിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ജോൺ കിരിയാക്കോ ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയം അടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് നിലവിലെ സൈനിക സാഹചര്യങ്ങളെക്കുറിച്ച് തീവ്രമായ വിലയിരുത്തൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ അഭിമുഖം അന്താരാഷ്ട്ര തലത്തിൽ ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കിരിയാക്കോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സാധാരണ യുദ്ധം, അതായത് ഒരു കൺവെൻഷണൽ വാർ ഉണ്ടായാൽ പാകിസ്ഥാൻ തോൽക്കും. അക്ഷരാർത്ഥത്തിൽ ഒരു ഗുണവും ഈ പോരാട്ടത്തിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കാനില്ല. അവർ തോൽക്കും, അത് ലളിതമായ സത്യമാണ്. ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന ഈ നിലപാട് പാകിസ്ഥാൻ അവസാനിപ്പിക്കണം. ഈ വിഡ്ഢിത്തം പാകിസ്ഥാന്റെ തന്നെ താൽപര്യങ്ങൾക്ക് മഹാനാശം വരുത്തുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ISIയുടെ മുഖം മൂടിയെ അഴിച്ചുമാറ്റുന്ന സുപ്രധാന വെളിപ്പെടുത്തലുകളാണ് കിരിയാക്കോ നടത്തിയത്. ഒന്ന്, മുഷറഫിനെ വിലയ്ക്ക് വാങ്ങി. അമേരിക്ക പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന് കണക്കില്ലാത്ത പണം നൽകി. വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ മുഷറഫിന്റെ സഹകരണം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. കാരണം ഏകാധിപതികളോടൊപ്പം പ്രവർത്തിക്കാനാണ് അമേരിക്കയ്ക്ക് ഇഷ്ടം. കാരണം അപ്പോൾ ജനഹിതത്തെക്കുറിച്ചോ മാധ്യമങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല. അടുത്തത് ISIയിലെ ഇരട്ടത്താപ്പ്, ഇരട്ട സംവിധാനമാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി ISIയിൽ 2 തരം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നതായി കിരിയാക്കോ വെളിപ്പെടുത്തി. ഒന്ന് ഭീകരതയെ ചെറുക്കുന്നതും മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളെ സൃഷ്ടിക്കുന്നതിനും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നതുമായിരുന്നു. അമേരിക്കയുമായി സഹകരിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ മുഷറഫിന് ഈ ഇരട്ടത്താപ്പ് നയം ആവശ്യമായിരുന്നു എന്നും കിരിയാക്കോ പറയുന്നു. ഇനി ഇന്ത്യയിൽ ഭീകരതയ്ക്ക് പാകിസ്ഥാൻ എന്നും കൂട്ടുനിന്നു. മുഷറഫ് അമേരിക്കയോട് സഹകരിക്കുന്നതായി അഭിനയിക്കുമ്പോഴും സൈന്യത്തെയും തീവ്രവാദികളെയും തൃപ്തിപ്പെടുത്താൻ ഇന്ത്യക്കെതിരെ ഭീകരത അഴിച്ചുവിടാൻ ഒത്താശ ചെയ്തു. 2008 മുംബൈ ആക്രമണത്തിന് പിന്നിൽ അൽ ഖ്വയ്ദയല്ല, മറിച്ച് പാകിസ്ഥാൻ പിന്തുണയുള്ള കാശ്മീരി ഗ്രൂപ്പുകളായിരുന്നുവെന്നും കിരിയാക്കോ തീർത്തു പറയുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരവാദം നടപ്പിലാക്കുകയായിരുന്നു, എന്നിട്ടും ആരും അതിനെതിരെ ഒന്നും ചെയ്തില്ല എന്നതാണ് ഇതിലെ വലിയ കഥ. അതുപോലെ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച കിരിയാക്കോയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2002 കിരിയാക്കോ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നപ്പോൾ രാജ്യത്തിന്റെ ആണവായുധ ശേഖരത്തിന്റെ നിയന്ത്രണം അനൌദ്യോഗികമായി US പെന്റഗണിന്റെ കൈവശമായിരുന്നുവെന്ന് കിരിയാക്കോ പറയുന്നു. ഭീകരവാദികളുടെ കൈകളിലേക്ക് ആണവായുധങ്ങൾ എത്തുമോ എന്ന ഭയം കാരണമാണ് മുഷറഫ് ഈ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈമാറിയത്. ഇക്കാര്യം അമേരിക്ക ഇന്ത്യയെ അറിയിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം എന്നായിരുന്നു കിരിയാക്കോയുടെ മറുപടി. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഇന്ത്യയുടെ പ്രതികരണത്തെ CIA എങ്ങനെയാണ് കണ്ടിരുന്നതെന്നും കിരിയാക്കോ വിശദീകരിച്ചിട്ടുണ്ട്. 2001 പാർലമെന്റ് ആക്രമണത്തിനും 2008 മുംബൈ ആക്രമണത്തിനും ശേഷം ഇന്ത്യ കാണിച്ച സംയമനത്തെ CIA വിളിച്ചത് സ്ട്രാറ്റജിക് പേഷ്യൻസ്, തന്ത്രപരമായ ക്ഷമ എന്നാണ്. ഈ ക്ഷമ ഒരു ആണവയുദ്ധം ഒഴിവാക്കാൻ കാരണമായ വളരെ പക്വമായ നയമായി വൈറ്റ് ഹൌസ് പോലും വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ നിലപാട് മാറ്റി. ഈ ക്ഷമയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കാൻ ഇന്ത്യ ആരെയും അനുവദിക്കില്ല. 2016 സർജിക്കൽ സ്ട്രൈക്കുകൾ, 2019 ബാലക്കോട്ട്, 2025 ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടിന്റെ തെളിവാണ്. അതായത് ഇന്ത്യയുടെ നിലപാട് ഇതാണ്: ക്ഷമയല്ല ശക്തി. ഈ നടപടികളിലൂടെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഭീകരതയ്ക്ക് മുൻപിൻ നോക്കാതെ തക്കതായ മറുപടി നൽകുമെന്നും ഇന്ത്യ ആവർത്തിച്ച് തെളിയിക്കുകയായിരുന്നു. ഇന്ത്യയുമായി പോരടിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ നയപരമായ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ടെന്നും പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ ഒരു നേട്ടവും ഇല്ലെന്നും കിരിയാക്കോ അടിവരയിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ദക്ഷിണേഷ്യൻ സുരക്ഷാ കാര്യങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് എത്രത്തോളം സങ്കീർണവും അപകടകരവുമാണ് എന്ന് തുറന്നു കാട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ കൊടുങ്കാറ്റ് പോലുള്ള വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ നിലവിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കുമോ? ഇന്ത്യയുമായി ശാശ്വത സമാധാനത്തിന് പാകിസ്ഥാൻ തയ്യാറാകുമോ? കണ്ടു തന്നെ അറിയണം.